എവരിവൺ, ഇത് നമ്മളെ ശ്യാമള ചേച്ചിയാണ് നമുക്ക് വേണ്ടിയിട്ട് ഇൻട്രോ പറയുന്നത്. നമ്മളിന്ന് ഫുർക്ക പാസിലേക്കുള്ള യാത്രയിലാണ്. അപ്പൊ ചേച്ചിയുടെ അടുത്തേക്ക് പോവാം. ഞാൻ ശ്യാമള. എല്ലാവരും വായോ, നമുക്ക് ഒരുമിച്ച് ഫുർക്ക പാസ് കാണാം. പതിവ് പോലെ ഇന്നും ഞങ്ങളുടെ യാത്ര ക്യാരവാനിൽ തന്നെയാണ്. പലരും ഞങ്ങളോട് പറഞ്ഞിരുന്നു ഫുർക്ക പാസിലേക്ക് ക്യാരവാൻ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന്. ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോഴും ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു കൃത്യമായ ഇൻഫർമേഷൻ കിട്ടിയില്ല. എന്നിരുന്നാലും ഞങ്ങൾ റിസ്ക് എടുക്കാൻ തീരുമാനിച്ച് ഞങ്ങൾ ക്യാരവാനും കൊണ്ട് തന്നെയാണ് ഫുർക്ക പാസിലേക്ക് പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഫുർക്ക പാസിലേക്ക് ക്യാരവാൻ കയറ്റുവോ എങ്ങനെയാന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അവിടേക്ക് എൻട്രി പാസ് ഒന്നും ഇല്ല കേട്ടോ. ഫുർക്ക പാസ് എന്നത് സ്വിറ്റ്സർലൻഡിലെ ആൽപ്സ് മലനിരകളിലായി സ്ഥിതി ചെയ്യുന്ന ഒരു ഹൈവേ മൗണ്ടൻ റോഡാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2429 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പാസ് പഴയ കാലങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ട്രാൻസ് ആൽപൈൻ പാതയായിരുന്നു. ഇന്ന് ഇത് തികച്ചും ടൂറിസ്റ്റുകൾക്കായി പ്രിയപ്പെട്ട ഒരു റൂട്ടാണ്, പ്രത്യേകിച്ച് ഡ്രൈവിംഗ് പ്രേമികൾക്കായി. ഞങ്ങള് യാത്ര ആരംഭിച്ചത് രാവിലെ തന്നെയായിരുന്നു. ഫുർക്ക പാസ് ജനറലി ഓപ്പൺ ആകുന്നത് സ്പ്രിംഗ് സീസണിലാണ്. അതായത് ജൂൺ മുതൽ ഒക്ടോബർ വരെയാണ് ഇത് ഫുർക്ക പാസ് ഓപ്പൺ ആകുന്നത്. വിന്ററിൽ ഇവിടെ മഞ്ഞ് കൊണ്ട് മൂടപ്പെടുന്നത് കാരണം ഹെവി സ്നോ ആയിരിക്കും ഈ ഏരിയയിൽ. അപ്പൊ ആ സമയത്ത് അവരിവിടെ അടച്ചിടുകയാണ് ചെയ്യുന്നത്. നമ്മൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പർവ്വതങ്ങളും ചെറിയ ചെറിയ അരുവികളും ഒക്കെ ആയിട്ട് കണ്ണിന് കുളിർമയേകുന്ന മനോഹരമായ കാഴ്ചകളാണ്. ഇപ്പൊ നമ്മള് ഒരു ടണലിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. നിങ്ങൾ മുന്നിലൊരു പാറ കാണുന്നില്ലേ? ആ പാറ തുരന്ന് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് എന്ന് പറയുന്ന പോലെ വളരെ ദൈർഘ്യമേറിയ ഒരു ടണലിലാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചേക്കുന്നത്. ഇതിപ്പോ ഞാൻ ഒട്ടും കട്ട് ചെയ്യുന്നില്ല, കട്ട് ചെയ്യാതെ തന്നെ കാണിക്കുവാണ്. ഈ ടണലിന് എന്തുമാത്രം ദൈർഘ്യമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒട്ടും ഈ വീഡിയോ കട്ട് ചെയ്യാതെ തന്നെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേക്കുന്നത്. ആരും സ്കിപ്പ് ചെയ്ത് പോയേക്കരുത് കേട്ടോ. അതിമനോഹരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ. അതുപോലെ തന്നെ അത്രയും ദുർഘടമായ ഒരു റോഡാണ് നമ്മളിന്ന് പോകാൻ പോകുന്ന ആ മലമുകളിലേക്ക്. ഇവിടെ ധാരാളം സഞ്ചാരികൾ വരാറുണ്ട് ഈ സമ്മർ സീസണിൽ. അതായത് ജൂണിനും ഒക്ടോബറിനും ഇടയ്ക്ക് ഫുർക്ക പാസ് കാണാൻ വേണ്ടിയിട്ട് തന്നെ. സ്വിറ്റ്സർലൻഡിൻ്റെ മഞ്ഞ് ആസ്വദിക്കണമെങ്കിൽ വിന്ററിൽ വരണം. പക്ഷെ ഫുർക്ക പാസിലേക്ക് വരണമെങ്കിൽ നമ്മൾ ഈ സീസണിൽ തന്നെ വരണം. അല്ലെങ്കിൽ നമുക്ക് ഈ അഡ്വഞ്ചറസ് ഡ്രൈവിൻ്റെ എക്സ്പീരിയൻസ് നഷ്ടമാവും. നോക്കൂ എന്ത് ദൂരത്തിലാണ് ഈ ടണലുള്ളതെന്ന് നോക്കിക്കേ. അത് മുഴുവൻ ഈ പാറ തുരന്ന് ഉണ്ടാക്കിയേക്കുന്ന ഒരു ടണലാണ്. ഇപ്പൊ നമ്മൾ ഏകദേശം ടണലിന്റെ പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ മുതൽ ആക്ച്വലി ഫുർക്ക പാസിലേക്കുള്ള പാത തുടങ്ങുകയാണ് ഈ ടണൽ കഴിയുന്ന ഉടനെ. ഈ സമയത്ത് വെതർ നല്ല തണുപ്പും അതുപോലെ ക്ലിയറും ആയിരുന്നു. യാത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കാലാവസ്ഥയായിരുന്നു. ചില സമയത്ത് ഇവിടുത്തെ കാലാവസ്ഥ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും. ഒരു നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നല്ല വെയിലും ചൂടും ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് മഞ്ഞ് മൂടി ഫോഗി ആയിട്ട് വരുന്ന ഒരു കാലാവസ്ഥയും കാണാൻ പറ്റും. അതിങ്ങനെ അന്തരീക്ഷം പെട്ടെന്ന് മാറിക്കൊണ്ടേയിരിക്കും. നമ്മുടെ മുന്നിൽ കാണുന്ന ഒരു ഡാമാണ് കേട്ടോ. അതുപോലെ തന്നെ കേബിൾ കാറിന്റെ സപ്പോർട്ടിംഗ് ടവറും ഒക്കെ നമുക്ക് ഈ മലമുകളിൽ കാണാൻ പറ്റുന്നുണ്ട്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഹെയർപിൻ വളവുകളാണ് ഇവിടെ. വളരെ വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള റോഡാണ്. ധാരാളം സ്കൂട്ടർ യാത്രക്കാരെയും ബൈക്ക് യാത്രക്കാരെയും അതുപോലെ സൈക്ലിസ്റ്റുകളെയും ഒക്കെ നമുക്ക് ഈ റൂട്ടിൽ കാണാൻ പറ്റും. അവരൊക്കെ ഇതുപോലെ അഡ്വഞ്ചറസ് ട്രിപ്പിന് വരുന്നവരാണ്. കണ്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ അണക്കെട്ടാണ് ആ സൈഡിൽ കാണുന്നത്. അതിലെ വെള്ളം കണ്ടോ? സിമെന്റിന്റെ കളറിലെ വെള്ളം. ഇവിടുത്തെ നദികളാണേലും അണക്കെട്ടുകളാണേലും ഇതുപോലെ പല പല കളറിലുള്ള വെള്ളമാണ്.
ഫുർക്ക പാസ് റോഡ് അത്ര എളുപ്പമല്ല. ഒരുപാട് ഹെയർപിൻ ടേൺസും സ്റ്റീപ്പ് ക്ലൈംസും ഒക്കെ ഉണ്ട്. പക്ഷെ അത് തന്നെയാണ് അതിന്റെ ത്രില്ലിങ് കേട്ടോ. നമുക്ക് ക്യാരവാനിലായതുകൊണ്ട് പിന്നിലേക്കും മുന്നിലേക്കും ഒക്കെ നല്ല വിസിബിലിറ്റിയും കംഫർട്ടും ഉണ്ടായിരുന്നു. എന്നാലും ഡ്രൈവിംഗ് സമയം നല്ല ജാഗ്രതയോടുകൂടി തന്നെ ചെയ്യണമായിരുന്നു. റോഡിന് ഒരു വശം താഴെ നദി ഒഴുകുന്നത് കാണാൻ പറ്റുമെങ്കിലും മറുവശത്ത് പർവ്വതശിഖരങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരുപാട് ലോക്കൽ ആൾക്കാര് ബൈക്ക് കൊണ്ടും സ്പോർട്സ് കാറുകളിലും ഒക്കെ ഇവിടെ വന്നു പോകുന്നത് കാണാം. അത്രയ്ക്ക് ഫേമസ് ആയിട്ടുള്ള ഒരു റൂട്ടാണിത്. അതുപോലെ തന്നെ ഈ റൂട്ട്, ഈ ഫുർക്ക പാസിലാണ് 1964 ജെയിംസ് ബോണ്ട് മൂവിയായ ഗോൾഡ്ഫിഞ്ചറിലെ കാർ റേസ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ധാരാളം സഞ്ചാരികൾ ഈ സീസണിൽ ഇവിടെ വന്നു പോകുന്നുണ്ട്. ആ മൂവി ഷൂട്ട് ചെയ്ത് അല്ലെങ്കിൽ ആ കാർ റേസ് ഷൂട്ട് ചെയ്ത എക്സാക്ട് ലൊക്കേഷനൊക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ തന്നെ റോഡാണെങ്കിലും വളരെ വീതി കുറഞ്ഞ റോഡാണ്. നമ്മുടെ വാഹനങ്ങൾ പോലെ വലിയൊരു ബസ്സോ അതുപോലെ ക്യാരവാനോ ഒക്കെ ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ സ്ഥലം കുറവാണ്. എന്നാലും റോഡിന്റെ അരികിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വ്യൂ പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്ത് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. നമ്മൾ എത്ര ഉയരത്തിലേക്കാണ് എത്തിയേക്കുന്നതെന്ന് അറിയാമോ? മുകളിൽ വന്നപ്പം ഇതുപോലെ തടാകവും അണക്കെട്ടും ഒക്കെ ഉണ്ട്. അതിൻ്റെ സൈഡിൽ കൂടെയുള്ള യാത്രയാണ്. വളരെ അഡ്വഞ്ചറസ് ആയിട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചേച്ചി നമ്മളോട് പറയുന്നുണ്ട്, ചേച്ചിക്ക് പേടിയാവുക, ദേഹം പുളിച്ചു കയറുക, നമുക്ക് നിർത്താം, നമുക്ക് തിരിച്ചു പോകാം, ഇത് കാണണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ മുകളിൽ എത്തിക്കഴിയുമ്പോൾ ഹൈ ആൾട്ടിറ്റ്യൂഡ് അല്ലേ, അപ്പൊ ഈ അന്തരീക്ഷ മർദ്ദത്തിന്റെ വ്യതിയാനം വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെയൊക്കെ ചെവിയൊക്കെ അടയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഭാഗ്യവശാല് ഇന്നത്തെ കാലാവസ്ഥ നല്ലതായതുകൊണ്ട് നമുക്ക് യാത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടില്ല. ഫോഗി ആയിരുന്നെങ്കിൽ നമ്മൾ ശരിക്കും പെട്ടുപോയേനെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ. കാരണം ഇവിടുത്തെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടുത്തെ കാലാവസ്ഥ അപ്രതീക്ഷിതമായിട്ടാണ് മാറുന്നത്. ചിലപ്പം ക്ലിയർ സ്കൈയിൽ തുടങ്ങി കുറച്ചു നേരം കഴിയുമ്പോൾ മിസ്റ്റ് വന്നു തുടങ്ങും. അപ്പം നമുക്ക് യാത്ര ഭയങ്കര ബുദ്ധിമുട്ടാവും ഇത്രയും മുകളിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങോട്ട് വരുമ്പോൾ ഫ്യൂൽ ടാങ്ക് ഫുള്ളാക്കി വേണം വരാൻ. കാരണം ഈ ഹൈ ആൾട്ടിറ്റ്യൂഡുള്ള ഈ പാതയിൽ എങ്ങും തന്നെ പെട്രോൾ സ്റ്റേഷൻസ് ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ വണ്ടിയിൽ ഫുൾ ടാങ്ക് പെട്രോൾ അല്ലെങ്കിൽ ഓയിൽ നിറച്ചിട്ട് വേണം, ഇന്ധനം നിറച്ച് വേണം നിങ്ങൾ ഇങ്ങോട്ട് വരാനായിട്ട്. ഇവിടെ ഒരു വ്യൂ പോയിന്റിൽ നമ്മൾ നിർത്തി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ദൂരെ മലമുകളിൽ കാണാൻ പറ്റുന്നില്ലേ, മഞ്ഞും ഐസും ഫോഗും ഒക്കെ ആയിട്ട് കിടക്കുന്നത്. മുകളിൽ നിന്ന് മഞ്ഞുരുകി താഴേക്ക് വരുന്ന വെള്ളച്ചാട്ടങ്ങളും നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ കേബിൾ കാറിന്റെ സപ്പോർട്ടിംഗ് ടവറും അവിടെ കാണാം. ഇതിന്റെ മുകളിലൊക്കെ കേബിൾ കാർ സർവീസ് ഉണ്ട് കേട്ടോ. ഈ യാത്ര ഞങ്ങൾക്കൊരു വേറിട്ട അനുഭവം തന്നെയായിരുന്നു കേട്ടോ. ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം പതിവ് ടൂറിസ്റ്റ് സ്ഥലങ്ങളിൽ നിന്നും ഒക്കെ ഒരു വ്യത്യസ്തമായ ഫീലായിരുന്നു ഈ ഫുർക്ക പാസിലേക്ക് വന്നപ്പോൾ.
ചേച്ചി ഇടയ്ക്കൊക്കെ ഇരുന്ന് പേടിച്ച് നിലവിളിക്കുന്നുണ്ട് കേട്ടോ. ചേച്ചി പറയുന്നുണ്ട്, സുനിലേ മതി സുനിലേ, നമുക്ക് തിരിച്ചു പോകാം എന്നൊക്കെ. അപ്പൊ ഞങ്ങൾ ചേച്ചിയോട് പറഞ്ഞു, നമ്മൾ ഏകദേശം ഒരു മധ്യഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്, നമുക്കിനിയിപ്പോൾ തിരിച്ചു പോകണമെങ്കിലും ഇത്രയും ദൂരം തന്നെ തിരിച്ചും പോകണം. അപ്പൊ ചേച്ചിക്ക് പേടിയാവുന്നുണ്ടെങ്കിൽ കണ്ണടച്ചിരുന്നോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവാണ്. നമ്മൾ കെയർഫുൾ ആയിട്ട് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാലേ, ഫുർക്ക പാസ് ഒരു ഡേഞ്ചറസ് റോഡൊന്നും അല്ല കേട്ടോ. അത് നമ്മൾ ഈ ക്യാരവാനും കൊണ്ടുവന്ന് ഡ്രൈവ് ചെയ്ത് തെളിയിച്ചൊരു കാര്യമാണ്. അതുപോലെ തന്നെ യൂറോപ്പിലെ ഏറ്റവും നല്ല ഡ്രൈവും ഈ ഫുർക്ക പാസിലൂടെയുള്ള ഡ്രൈവാണ്. അത് അഡ്വഞ്ചറസ് ഡ്രൈവിംഗ് ഇഷ്ടമുള്ളവർക്ക്. ഇടയ്ക്ക് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ വീഡിയോസൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻ്റായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ധാരാളം സ്വിറ്റ്സർലൻഡ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ കാണാത്ത വീഡിയോസ് ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇത് മൗണ്ടന്റെ മുകളിലുള്ളൊരു പാനറോമിക് വ്യൂ പോയിന്റ് ആണ്. അവിടെ ഒരു ഹോട്ടലും ഉണ്ട് സഞ്ചാരികൾക്കൊക്കെ വന്ന് താമസിക്കാനും ഒക്കെ ആയിട്ട്. പക്ഷെ ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, സമ്മർ സീസണിൽ മാത്രമേ ഇതെല്ലാം ഓപ്പൺ ഉള്ളൂ. ഈ ഹോട്ടലും ഒക്കെ ക്ലോസ്ഡ് ആയിരിക്കും. വിന്ററിൽ ആരെയും ഇങ്ങോട്ട് പ്രവേശിക്കാൻ സമ്മതിക്കില്ല. എന്തൊരു ഭംഗിയല്ലേ ഇവിടെ, നമുക്ക് കണ്ണെടുക്കാൻ തോന്നാത്തത്രയും ബ്യൂട്ടിയാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്തുമാത്രം ഈ ക്യാമറയിൽ കൂടി ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് പറ്റിയാൽ നിങ്ങൾ ഈ സ്വിറ്റ്സർലൻഡ് വന്ന് കാണണം, നേരിട്ട് കാണണം. പ്രത്യേകിച്ച് ഫുർക്ക പാസ് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഫുർക്ക പാസ് വന്ന് കാണണം. നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഫുർക്ക പാസും കൂടി ആഡ് ചെയ്യണം കേട്ടോ. നമ്മൾ ഈ മൗണ്ടന്റെ ഏറ്റവും ടോപ്പിൽ എത്തിയേക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ഒന്ന് കാരവാൻ നിർത്തി. അവിടെ നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാനുള്ള സ്പേസ് ഇല്ല. പക്ഷേ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് നമ്മൾ കാരവാൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് ആ മലമുകളിലെ ബ്യൂട്ടിയൊക്കെ ഞങ്ങളെ കൊണ്ട് ആകും വിധം ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട്. വീണ്ടും നമ്മൾ പോവാണ്. ഇനിയിപ്പോൾ നമ്മൾ മുകളിൽ എത്തിക്കഴിഞ്ഞു. ഇനി നമ്മൾ താഴേക്കാണ് പോകുന്നത്. കണ്ടില്ലേ, ഹെയർപിൻ വളവുകൾ കിടക്കുന്ന കണ്ടില്ലേ. ഞാൻ ഈ യാത്ര വളരെ എൻജോയ് ചെയ്തു. എനിക്ക് ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഇത് റിയലി എൻജോയ് ചെയ്തു. ചേച്ചി ഇരുന്ന് നിലവിളിക്കുന്ന കാരണം കുട്ടികൾക്കും കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും നന്നായി എൻജോയ് ചെയ്തു. ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു ഈ എക്സ്പീരിയൻസ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഈ ഫുർക്ക പാസ് മിസ്സാക്കരുത് കേട്ടോ. പിന്നെ ഒരു കാര്യം, ഞാൻ അത് ജങ്ഫറോ കാണാൻ പോയ വീഡിയോയിലും പറഞ്ഞിരുന്നു, നിങ്ങൾ മൗണ്ടൻ സിക്നസ് ഉള്ളവരാണെങ്കിൽ മൗണ്ടൻ സിക്നസ് അവോയ്ഡ് ചെയ്യാനുള്ള ടാബ്ലറ്റ് ഒക്കെ കഴിച്ചിട്ട് മാത്രമേ ഇങ്ങോട്ട് വരാവുള്ളൂ. കാരണം ഹൈ ആൾട്ടിറ്റ്യൂഡാണ്. നമ്മൾ ഇത്രയും മുകളിലേക്ക് വരുമ്പോൾ നമ്മൾ സിക്കായി പോവും. അല്ലെങ്കിൽ ഇപ്പം തന്നെ ഞങ്ങളുടെ ചെവിയൊക്കെ അടച്ചിരിക്കുവാണ്, നമുക്കൊന്നും കേൾക്കാൻ പറ്റാത്ത പോലെ ചെവി അടച്ചിരിക്കുവാണ്. എന്നാലും ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ഒരു ട്രിപ്പായിരുന്നു ഇത്. റിയലി ഒരു അഡ്വഞ്ചറസ് ട്രിപ്പ്. കാരണം ഞങ്ങളുടെ ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു ഈ ഫുർക്ക പാസിൽ കൂടെ ഡ്രൈവ് ചെയ്യാന്നുള്ളത്. പക്ഷെ അന്ന് നമ്മൾ ആഗ്രഹിച്ച സമയത്ത് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ, അതൊരു കാരവാൻ ട്രിപ്പ് ആയിരിക്കുമെന്ന് വിചാരിച്ചില്ല. ഒരു പ്രാവശ്യം ഡ്രൈവ് ചെയ്ത് സ്വിറ്റ്സർലൻഡിൽ പോകണം, എന്നിട്ട് ഫുർക്ക പാസിൽ കൂടി ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകണം എന്നൊക്കെ ഞങ്ങൾ എപ്പോഴും പറയുമായിരുന്നു. പക്ഷെ ഇതുപോലൊരു കാരവാൻ ട്രിപ്പ് ആയിരിക്കും ദൈവം ഞങ്ങൾക്കായി ഒരുക്കി വെച്ചേക്കുന്നതെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത്രയ്ക്കും മനോഹരമായിട്ടുള്ള ഒരു യാത്രയാണിത്.
നിങ്ങൾക്ക് ബോറടിക്കുന്നില്ലല്ലോ അല്ലേ? ഇത്രയും ദൂരം കണ്ടുകൊണ്ടിരുന്നിട്ട് എനിക്കൊരു ഭാഗവും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഒരു ശകലം പോലും ഇതിനകത്തുനിന്ന് കട്ട് ചെയ്ത് കളയാൻ പറ്റില്ല. കാരണം ഇത് ഫുള്ളായിട്ട് ഫുർക്ക പാസ് ഫുള്ളായിട്ട് കാണണം എന്ന് ആഗ്രഹമുള്ള ഒരുപാട് വ്യൂവേഴ്സ് കാണും. അപ്പോൾ അവർക്ക് അതുപോലെ എന്നെ കൊണ്ട് കഴിയുന്ന വിധം അവരുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഫുള്ള് കാണിക്കുന്നത്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ എന്താണേലും എനിക്കിത് ഫുൾ കവർ ചെയ്യാൻ പറ്റില്ല. കാരണം വീഡിയോ ടൂ ലെങ്തി ആയി പോവും. ഈ ഫുർക്ക പാസ് മുഴുവൻ ഒരു ദിവസം കാണിക്കണമെങ്കിൽ 1 മണിക്കൂർ ലെങ്തെങ്കിലും ഉണ്ടാവും ആ വീഡിയോയ്ക്ക്. അപ്പം ഞാൻ മുഴുവൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നില്ല. നമ്മളിപ്പോൾ ഫുർക്ക പാസിന്റെ പകുതി ദൂരം മാത്രമേ പിന്നിട്ടിട്ടുള്ളൂ. ഇനി ധാരാളം പാനറോമിക് വ്യൂസ് കാണാനുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലോ ജെയിംസ് ബോണ്ട് മൂവിയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ, അതൊക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യുക. സ്റ്റേ ട്യൂൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. താങ്ക്